ഡൽഹി ഭീകരാക്രമണത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. ഫഹീം എന്നയാളെയാണ് പിടികൂടിയത്. ചാവേറായ ഉമ്മറിന്റെ ബന്ധുവാണ് പിടിയിലായത്. റഫീം ആണ് ഫരീദാബാദ് കണ്ട്വാലി ഗ്രാമത്തിൽ എത്തി വാഹനം പാർക്ക് ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 13ആയി. വിവരങ്ങൾ എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും. നന്ദൻ, ഇപ്പോൾ ഈ ഒരു ഭീകരനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ എന്തൊക്കെ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭരത്തിന് ലഭിച്ചു? ഒപ്പം ഈ മരണസംഖ്യ 13ആയി ഉയർന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. പറയും. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. ഫഹീം എന്ന ആളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ കട്വാലിയിലെ ഈ ഗ്രാമത്തിൽ ഈ ഫോർഡ് എക്കോസ്പോർട്ട് വാഹനം ഒരു ഫാം ഹൗസിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇയാൾ ഉമറിന്റെ, അതായത് ചാവേറായി കൊല്ലപ്പെട്ട ഉമറിന്റെ അടുത്ത ബന്ധു എന്നതാണ്. ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇയാൾക്ക് ഏതായാലും ഈ മൊഡ്യൂളുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രാഥമികമായ ചില സൂചനകൾ ഒക്കെ ലഭ്യമായിട്ടുണ്ട്. അൽഫലാഖ് മൊഡ്യൂളുമായി ഈ റഹീമിന് ബന്ധം എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗൗതം സൂചിപ്പിച്ച പോലെ മരണസംഖ്യ ഉയരുകയാണ്. 13 ആയിട്ട് ഇപ്പോൾ മരണസംഖ്യ. പരിക്കേറ്റവരുടെ നില ചിലരുടെ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മരണസംഖ്യ വീണ്ടും ഉയരുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. ഏതായാലും രാജ്യത്ത് 32 ഇടങ്ങളിൽ സ്ഫോടനം നടത്തുവാൻ വേണ്ടിയായിരുന്നു ഈ സംഘം തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയത്. ഇതിൽ അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രവും വാരാണസി വിശ്വനാഥ ക്ഷേത്രവും അടക്കം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഇന്ത്യ ഗേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്, എംപിമാരുടെ ക്ലബ്ബായ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് അടക്കം ഇവർ ഉന്നം വെച്ചിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി ഏതാണ്ട് 20 ലക്ഷം രൂപ ഇവർ കാശായി സമാഹരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തിയത്. അത് ഡോക്ടർമാരായ ഈ മുജ്മിൽ, ആദിൽ, അതേപോലെ തന്നെ ഉമർ, ഷാഹിൻ എന്നിവർ ചേർന്നാണ് ഈ പണം സ്വരൂപിച്ചത്. ഇതിൽ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇവർ NPK രാസവളം വാങ്ങി എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ രാസവളം IED സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ സംഭരിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുർഗാവ്, അതേപോലെ തന്നെ നൂഹ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു ഇവർ ഈ രാസവളം കണ്ടെത്തിയത്. ഈ രാസവളം കൂടി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്തെ രാസപദാർത്ഥങ്ങൾ തിരിച്ച് ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനകളും മറ്റും ഈ സംഭവ സ്ഥലത്ത് തുടരുകയാണ്. ഇന്ന് സംഭവ സ്ഥലത്തു നിന്നും രാവിലെ ഒരു കൈപ്പത്തി ലഭിക്കുകയുണ്ടായി. ഏതാണ്ട് സ്ഫോടനം നടന്ന ഈ റെഡ് ഫോർട്ടിന് ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെ നിന്നും ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ മുകളിൽ നിന്നുമാണ് ഈ കൈപ്പത്തി ലഭിച്ചത്. ഒരുപക്ഷെ സ്ഫോടനത്തിന്റെ ആഘാതം കൊണ്ട് തെറിച്ചു വീണതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികൾ കൊത്തി പറക്കുന്നതിനിടയിൽ താഴെ വീണതാകാം എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് ഇപ്പോൾ ഫോറൻസിക് സംഘം കടന്നിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഉമർ തന്നെ ആയിരുന്നു ആ വാഹനം ഓടിച്ചതെന്നും ചാവേറായത് ഉമർ ആണെന്നുമുള്ള DNA പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഉമറിന്റെ സഹോദരിയും അതേപോലെ തന്നെ അമ്മയുടെയും DNA ഇതുമായി ബന്ധപ്പെട്ട് ഉമറിന്റേതുമായി മാച്ച് ആകുന്നു എന്നുള്ളതാണ്. ഉമറിന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു കാൽ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ആക്സിലേറ്ററിനും ക്ലച്ചിന്റെയും ഇടയിലായിരുന്നു ഈ കാൽപാദം കണ്ടിരുന്നത്. അതിൽ നിന്നും ശേഖരിച്ച DNA സാമ്പിളുകളാണ് ഈ ഉമറിന്റെ മാതാപിതാക്കളുമായി ഒത്തുനോക്കി അത് ഉമറിന്റേതാണ് എന്നുള്ളത് തന്നെ സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ഈ ഡൽഹി മഹിബാൽപൂരിൽ നിന്ന് ചില സ്ഫോടന ശബ്ദം കേട്ടത് അത് വലിയ ആശങ്കയ്ക്ക് ഉളവാക്കിയിരുന്നു. അതേസമയം അതൊരു ബസിന്റെ ടയർ പൊട്ടിത്തെറിച്ചതാണ് ഈ സ്ഫോടനം എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു ശബ്ദം കേട്ടത് എന്നുള്ളത് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്.